എല്ലാ സംഘടനകളും എല്ലാ പ്രസ്ഥാനങ്ങളും വിവിധ അഭിപ്രായങ്ങളുള്ളവരും എല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിചേരുകയായിരുന്നു. ജാതി മതഭേദ ഭാഷാ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും അണിനിരക്കുകയായിരുന്നു. അതിലൂടെ ആർജിക്കാൻ കഴിഞ്ഞ മൂല്യങ്ങളുണ്ടായിരുന്നു. ആ മൂല്യങ്ങളാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായി വന്നത്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ട എന്ന് പറയുന്നൊരു കൂട്ടർ ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ നേരത്തെയും ഈ കാര്യങ്ങൾക്കെതിരായിരുന്നു. ഏതിനു വരെ എതിരായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് വരെ എതിരായിരുന്നു. സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകേണ്ടതില്ല എന്ന് അവരോട് തന്നെ പോയി പറഞ്ഞ കൂട്ടരിവിടെയുണ്ട്. അത് സംഘപരിവാർ നേതാക്കളാണ്. RSSനും സംഘപരിവാർ നേതാക്കൾക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തോട് യോജിപ്പായിരുന്നില്ല. RSSന്റെ തലവൻ, RSSകാർ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ, ഇന്ത്യയിലെ അന്നത്തെ യുവാക്കളെ ഉപദേശിച്ചത്, നിങ്ങൾ ആരോഗ്യവും അധ്വാനവും അനാവശ്യമായി കളയരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം കളയരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ യുവജനങ്ങൾ സമരരംഗത്തിറങ്ങരുത് എന്നതായിരുന്നു അന്നത്തെ RSSന്റെ ഉപദേശം. അവര് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ മൂല്യങ്ങൾക്കും തടസ്സമായി നിന്നു. ഭരണഘടന അംഗീകരിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്താകണം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച നടന്നു. ഈ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായം RSSനും സംഘപരിവാറിനും ഉണ്ടായിരുന്നു. ഇത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് വിശദമായ ചർച്ചയിലൂടെ തീരുമാനിച്ചതാണ്. കാരണം അതാണ് ദേശീയ പ്രസ്ഥാനം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായി മാറുന്നത്. RSS മാത്രമല്ല, ആ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയും നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായിക്കോട്ടെ എന്ന അഭിപ്രായക്കാരായിരുന്നു. പാകിസ്ഥാൻ മതാധിഷ്ഠിത രാഷ്ട്രമാകുന്നു, ഇവിടെയും മതാധിഷ്ഠിത രാഷ്ട്രമാകട്ടെ എന്നായിരുന്നു. ഇവരുടെ എല്ലാം അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് തന്നെയാണ് മതനിരപേക്ഷ രാഷ്ട്രമായത്. ഭരണഘടനയിൽ മതനിരപേക്ഷതയും സോഷ്യലിസമൊക്കെ ആമുഖഭാഗത്ത് പറയാൻ പാടുണ്ടോ എന്നത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ 75ാം വാർഷികത്തിൻ്റെ തലേ ദിവസം തീർത്തും
ഔചിത്യപൂർവമായ രീതിയിൽ അതിൻ്റെ വിധി പ്രസ്താവിച്ചു. അത് ഭരണഘടനയുടെ ഭാഗമായി നിലനിൽക്കേണ്ടതാണ്. വലിയ തോതിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ അങ്ങനെ നിലനിൽക്കുന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. നിർഭാഗ്യകരമായ വശം, ഇന്ന് ഭരണഘടനയെ വലിയ തോതിൽ പുകഴ്ത്തി സംസാരിച്ചവർ ചടങ്ങുണ്ടായല്ലോ. അവരുടെ പ്രതിനിധികൾ, അവരിൽ ചിലരുടെ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഭരണയന്ത്രം തിരിക്കുന്നവർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവര് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ നിലപാടാണ് എടുത്തത്, മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാടാണ് എടുത്തത്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാട് ഏറെക്കുറെ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇവിടുത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന സോഷ്യലിസം അല്ല ആ പറഞ്ഞത്. പക്ഷേ സ്ഥിതി സമത്വം, പാവപ്പെട്ടവരായി നിർത്താതെ ആ ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കാനുള്ള നടപടികൾ, ഇതൊക്കെ ഒരു ഗവൺമെന്റിന്റെ വീക്ഷണമായി ഉണ്ടാകണമെന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇന്നലെ സുപ്രീം കോടതി അവതരിപ്പിച്ചത്. എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾ എടുത്താൽ ദാരിദ്ര്യം മാനദണ്ഡമാക്കി രാഷ്ട്രങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ നമ്മുടെ സ്ഥാനം 105 സ്ഥാനത്താണ്. നമ്മുടെ പുറകിൽ വളരെ ചുരുക്കം രാഷ്ട്രങ്ങളേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന രാഷ്ട്രങ്ങൾ, അവയെക്കാളെല്ലാം മെച്ചപ്പെട്ടവരാണ് നമ്മളെന്ന് നമ്മുടെ ഭരണാധികാരികൾ അഹങ്കരിക്കാറുണ്ട്. പക്ഷെ ഈ പട്ടികയിൽ നമ്മുടെ പിറകിൽ നമ്മുടെ തൊട്ടുകിടക്കുന്ന ഒരു രാഷ്ട്രവുമില്ല. അവരെല്ലാം അതിൻ്റെ മേലെ കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത്? ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരെ, അധസ്ഥരെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, പുനരുദ്ധരിക്കാൻ ഒരു നടപടിയുമില്ല. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക, സമ്പന്നരെ അതിസമ്പന്നരാക്കുക. ഇതാണ് രാജ്യത്ത് നടക്കുന്നത്. അത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള നടപടിയല്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത, ആ മതനിരപേക്ഷതയും ഭരണചക്രം തിരിക്കുന്നവർ അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷതയെക്കുറിച്ച് അവർ പറയുന്നത് കപട മതനിരപേക്ഷത എന്നാണ്. മതനിരപേക്ഷത എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? മതനിരപേക്ഷത ഒരിക്കലും ഇവർ അംഗീകരിച്ചിട്ടില്ല. എല്ലാ കാലത്തും അതിനെതിരെയാണ് നിന്നത്. അതാണ് ദേശീയ പ്രസ്ഥാന കാലത്തൊട്ടുള്ള അനുഭവം. നിർഭാഗ്യവശാൽ കാലചക്രം തിരിഞ്ഞപ്പോൾ അന്നിതിനെല്ലാം എതിരായവരുടെ കയ്യിലായി രാജ്യത്തിന്റെ ഭരണം. എങ്ങനെ വന്നത്?
രാജ്യത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നില്ലേ കോൺഗ്രസ്? എല്ലായിടങ്ങളിലും കോൺഗ്രസ് ആയിരുന്നില്ലേ ആധിപത്യം വഹിച്ചിരുന്നത്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ട ഘട്ടം ഓർത്തു നോക്കി. 1957, 56, 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്. രാജ്യം വിശാലമായ രാജ്യം, രാജ്യത്താകെ കോൺഗ്രസ്, ഒരു ചെറിയ ഭാഗം കേരളം, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അംഗീകരിക്കാൻ കഴിഞ്ഞോ കോൺഗ്രസിന്? ചരിത്രമല്ലേ, നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ? അതുകൂടി തങ്ങളുടെ ഭാഗമാക്കാൻ വേണ്ടി ജനാധിപത്യ വിരുദ്ധമായിരുന്നില്ലേ അന്ന് ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്? നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റല്ലേ പിരിച്ചുവിട്ടത്? കാലം മാറുന്നു. എവിടെയെത്തി കോൺഗ്രസ്? നാം പരിശോധിക്കണം. സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിലെ RSSഉം സംഘപരിവാറും ഉയർത്തിയ മുദ്രാവാക്യങ്ങളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന ആളുകൾ കോൺഗ്രസിലുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒരു ഭാഗം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി മതനിരപേക്ഷതയുടെ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തു പോന്നിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മറ്റും അതേ നിലപാട് തന്നെ ശക്തമായി സ്വീകരിച്ചിരുന്നു. പിന്നീട് എന്താ കണ്ടത്? ആ നിലപാടിൽ അയവുവരുന്നല്ലേ? വർഗീയതയെ ശക്തമായി ഉയർത്തില്ലാലോ, വർഗീയതയോടൊപ്പം അണിനിരന്നില്ലേ? ഏതെല്ലാം പ്രശ്നങ്ങളിൽ വർഗീയതയുടെ ഭാഗമായി? അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അല്ലാതായി മാറിയില്ലേ? വർഗീയത എതിർക്കാതിരിക്കുകയും അവിടെ വർഗീയത അതിന്റെ ഭാഗമായി സംഘപരിവാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ പാർട്ടി ശക്തമായി പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോൾ അതിനോടൊപ്പം കോൺഗ്രസ് അണികൾ മാറുന്ന കാഴ്ചയല്ലേ ഉണ്ടായത്? അങ്ങനെ പരിശോധിച്ചു നോക്കൂ. ഇന്ത്യയുടെ വലിയൊരു ഭാഗമല്ലേ ഹിന്ദി ഭൂപ്രദേശം. ഹിമാചൽ അങ്ങ് മാറ്റി നിർത്ത്, വേറെ എവിടെയുണ്ട് കോൺഗ്രസ്? എല്ലാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നില്ലേ? എങ്ങനെയാണ് പറ്റിയത്? എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ചുരുങ്ങിയത്? നിലപാട് ഒരു ഘട്ടത്തിലും ശരിയായ നിലപാട് സ്വീകരിച്ചില്ല. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചില്ല. വർഗീയതയുമായി സമരസപ്പെട്ടു. വർഗീയതയുടെ തീഷ്ണഭാവം വരുമ്പോൾ ആ തീഷ്ണഭാവത്തോടൊപ്പം തങ്ങളുമുണ്ട് എന്ന് കാണിക്കാനുള്ള അതിയായ വ്യഗ്രത അതെല്ലാം ഉണ്ടായില്ലേ ഇവിടെ? എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു വലിയ പ്രശ്നമുള്ളത് ഞങ്ങൾക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ പോകേണ്ടതുണ്ട്. ഞാൻ ഉത്തരവാദിയായി വരുന്നതല്ല. 5 മണിക്ക് കോട്ടയത്ത് പുറപ്പെട്ടതാണ്. 5 മണിക്ക് പുറപ്പെടുന്നത് നമ്മുടെ സംഘാടകരെ എന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ആയിട്ട് വരുന്നില്ല. 6:30 സ്ഥലം വേണമെന്ന് ഞാൻ നേരത്തെ കണ്ടതാണ്. അത് മറ്റൊരു പരിപാടിയിലേക്ക് പോയി ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ വലിയ തോതിൽ കടന്നു പോകുന്നില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ചുരുങ്ങിപ്പോയത്? ഇതൊരു ഭാഗം വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടിൻ്റെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യം എന്താ ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം? നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയമാണ്. അത് നവോദാരവൽക്കരണ നയമാണ്. നവോദാരവൽക്കരണ നയമാണ് കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നു. നരേന്ദ്രമോദിയുടെ മാത്രം നയമാണോ അത്? BJPയുടെ മാത്രം നയമാണോ അത്?
NDA ഗവൺമെന്റ് മാത്രം നയമാണോ അത്? എന്താണ് കോൺഗ്രസിന്റെ നയം? ആരായിരുന്നു നയം ആദ്യം കൊണ്ടുവന്നത്? ഓർമ്മയില്ലേ? കോൺഗ്രസ് അല്ലേ? നവോത്ഥാനവൽക്ക നയം കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ? അതിൽ നിന്ന് മാറിയോ കോൺഗ്രസ്? ഇത്രമാത്രം കടുത്ത അനുഭവം നമുക്കുണ്ടായിട്ടും ആ അനുഭവത്തിൽ നിന്ന് മാറാൻ അവർ തയ്യാറായോ? ആ അനുഭവത്തിൽ നിന്നല്ലേ മാറ്റങ്ങൾ വരേണ്ടത്. ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നു, ഞങ്ങളത് തിരുത്തുന്നു, നവോത്ഥാനവൽക്ക നയമല്ല ഇനി ഞങ്ങളത് എന്ന് പറയാൻ കോൺഗ്രസ് ഇതേവരെ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോ രാജ്യത്തുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ നവോത്ഥാനവൽക്കരണത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? കേരളത്തിന്റെ കാര്യം ഓർത്തു നോക്കി. 2011 മുതൽ 16 വരെയുള്ള 5 വർഷക്കാലം എന്തൊരു ദുരിതമായിരുന്നു നമ്മൾ അനുഭവിച്ചിരുന്നത്. ആ ദുരിതത്തിന് കാരണം എന്തായിരുന്നു? ഇതേ നയം. ഈ നവോത്ഥാന നയം അംഗീകരിച്ച ഗവൺമെന്റായിരുന്നു അന്നത്തെ UDF ഗവൺമെന്റ്. ആ നയമായിരുന്നു ആ കാലത്തെ ആദ്യ ഭാഗം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തില്, രണ്ടാം ഭാഗം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തില്. ഈ 3 ഗവൺമെന്റുകളും, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആയാലും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആയാലും ഇവിടുത്തെ 2011-16 വരെയുള്ള UDF ഗവൺമെന്റ് ആയാലും, ആ ഗവൺമെന്റുകളെല്ലാം അംഗീകരിച്ചത് ഇതേ നയം, നവോത്ഥാനവൽക്കരണ നയം. എന്ത് വ്യത്യാസം? ഇതല്ലേ നാം കാണേണ്ടത്. കോൺഗ്രസിന് മാറാൻ കഴിയുന്നില്ലല്ലോ. അതിന്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയും കാണാൻ പറ്റും. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് നാം കാണുന്ന കാര്യം. ഇപ്പോ കേരളത്തില് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മണ്ഡലങ്ങളിൽ നടന്നു. ഒരു പാർലമെന്റ് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടന്നു. വയനാട് മണ്ഡലം കോൺഗ്രസ് നേരത്തെ ജയിച്ച മണ്ഡലമാണ്. കേരളത്തില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് 3 മണ്ഡലങ്ങളിൽ ഞങ്ങള് LDF 3-ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെയും മണ്ഡലങ്ങളുണ്ട് കേരളത്തില്. ഒന്ന് കാസർഗോഡ്, മഞ്ചേശ്വരം, രണ്ടാമത്തത്, മൂന്നാമത്തത് പാലക്കാട്. ഈ 3 മണ്ഡലങ്ങളിലും LDF 3-ാം സ്ഥാനത്തായിരുന്നു. ആ പാലക്കാടാണ് ഒരു തെരഞ്ഞെടുപ്പ്. പിന്നൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ച, LDF ജയിച്ച ചേലക്കര. എന്തൊരു വീറോടിയായിരുന്നു UDFന്റെ വാദങ്ങൾ. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു. ചേലക്കര പിടിച്ചെടുക്കും. കേരളത്തില് LDFന്റെ കൂടെ എല്ലാ ജനങ്ങൾ തങ്ങളെ കൂടെയാണ്, അത് ചേലക്കര തെളിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത കൊണ്ട് കൂടുതൽ വിശദമായി പോകുന്നില്ല. 2016 അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ മത്സരിച്ചത്, UR പ്രദീപ്. 2016 അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട്, അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷവും കൂടുതൽ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ചേലക്കരയിൽ കിട്ടി. അതേസമയം UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തൊട്ടു മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി അന്ന് അവർക്ക് കിട്ടിയ വോട്ട് ഇത്തവണ നേടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അവരുടെ വോട്ട് കുറഞ്ഞു. ആരുടെ ജയം? ആരുടെ കൂടെ ജനങ്ങൾ? മികവാർന്ന ജയം LDF അവിടെ നേടിയിരിക്കുന്നു. ഇത് ജനങ്ങൾ LDFനോടൊപ്പമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, നേരത്തെയും തോറ്റിട്ടുണ്ട്. വയനാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, നേരത്തെയും തോറ്റിട്ടുണ്ട്.
ഞങ്ങളത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം സ്വാഭാവികമായും നടത്തും, അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ജയം എങ്ങനെ വേണം? അതാണ് പ്രശ്നം. വർഗീയ ശക്തികളെ കൂടെ പോയി ചേർത്തുകൊണ്ട് ജയിച്ചാൽ ആ ജയത്തിന് മാറ്റുകൂടുമോ? അതാണ് സ്വീകരിക്കേണ്ട നില ഇന്നത്തെ രാജ്യത്ത്. വർഗീയത നാടിനുണ്ടാക്കുന്ന ആപത്തിനെ തിരിച്ചറിയണ്ടേ? ഇപ്പോ വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് വന്ന് മത്സരിച്ചത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ കൊടുത്തു. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് SDPI പിന്തുണ നൽകുമ്പോഴുള്ള നിലപാട്? കോൺഗ്രസ് അത് വ്യക്തമാക്കണ്ടേ? ഇപ്പോ പാലക്കാട് വിജയം വോട്ട് എണ്ണിയാണല്ലോ SDPI പറയുന്നത്. ഞങ്ങൾ കൊടുത്ത വോട്ട് ഇത്രയാണ്, ഞങ്ങളെ കൂടി പങ്കാളിത്തോടെയാണ് വിജയം. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പരസ്യമായി അത് അംഗീകരിച്ചുകൊണ്ട് പറയാണല്ലോ SDPI കൂടി പങ്കെടുത്താണ് വിജയം നേടിയത് എന്ന്. ഇത് അഭിമാനിക്കാൻ വക നൽകുന്നതാണോ? ഇത് നാടിന് ഗുണകരമായതാണോ? നാടിന്റെ ഭാവിക്ക് ചേർന്നതാണോ? നിങ്ങൾ ഒരു വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് സഹായിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവര് കൂടുതൽ കഴുത്താർത്തിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല? ഇപ്പൊ ഞങ്ങള് ഒരു ഘട്ടത്തിൽ പരസ്യമായ നിലപാടെടുത്തില്ലല്ലോ. മുൻപ് തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അന്ന് അതിന് സഖാ VMS മറുപടി പറഞ്ഞു. എന്താ അദ്ദേഹം പരസ്യമായി പറഞ്ഞത്? ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. അതാണ് രാഷ്ട്രീയാർജവം. ആ രാഷ്ട്രീയാർജവം കാണിക്കണം. വർഗീയതയുടെ ഓരം വേർത്തി നിൽക്കരുത്. അവരുടെ സഹായം തേടി ജയിക്കലല്ല പ്രധാനം. ആ ചിന്തയുണ്ടോ? ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് LDFനോട് ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വർത്തമാനങ്ങളൊന്നും ഇപ്പോൾ അധികം കേൾക്കാനില്ല. എന്നാൽ മറ്റു വർത്തമാനങ്ങൾ ധാരാളം വരും. വലിയ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. നേരത്തെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് CPIMനെ സംബന്ധിച്ചിടത്തോളവും LDFനെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത് എന്നത് നാം തിരിച്ചറിയണം. ആ രീതിയിലുള്ള പ്രചരണ സംവിധാനങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇവിടെ UDFന്റെ ഭാഗത്ത് അഴിച്ചുവിടുന്നത് കണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ. അവരാണ് അന്തിമ വിധികർത്താക്കൾ. അവര് ഒരിക്കലും LDFനെ കൈയൊഴിയുന്നവരല്ല. വിശ്വാസപൂർവം അവരെ കൂടുതൽ നല്ല രീതിയിൽ സമീപിക്കുക, അതാണ് വേണ്ടത്. അതിലെല്ലാമുള്ള കേന്ദ്രമായി സഖാവ് സീതാറാം യെച്ചൂരി ഭവൻ നാളെ മുതൽ മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ രൂപകൽപ്പന അതിമനോഹരമായി ചെയ്ത കേരളത്തിലെ പ്രശസ്തനായ ആർക്കിടെക്ട്